ഹോം റൂൾ പ്രസ്ഥാനം അഥവാ ഹോം റൂൾ മൂവ്മെന്റ്. ഒന്നാം ലോക മഹായുദ്ധ കാലത്താണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ത്യയിൽ സ്വയംഭരണം നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ സ്വമേധയാ തയ്യാറാവുകയില്ല എന്ന് ദേശീയ നേതാക്കൾ മനസ്സിലാക്കിയിരുന്നു. ജനകീയ സമ്മർദ്ദമില്ലാതെ രാഷ്ട്രീയ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവാണ് ഇതിന് അവർക്ക് പ്രേരണയേകിയത്. ാദികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ തയ്യാറായിരുന്നില്ല. കോൺഗ്രസിന്റെ ഈ നിലപാട് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായി. 1916 രണ്ട് ഹോം റൂൾ ലീഗുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തുവന്ന തിലകൻ അക്കൊല്ലം ഏപ്രിലിൽ ബൽഗാമയിൽ വെച്ച് ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. 1916 സെപ്റ്റംബറിൽ മദ്രാസിൽ വെച്ച് ആനി ബെസന്റ് എസ് സുബ്രഹ്മണ്യ അയ്യരുമായി ചേർന്ന് മറ്റൊരു ഹോം റൂൾ ലീഗ് രൂപീകരിച്ചു. താമസിയാതെ രണ്ട് ലീഗുകളും യോജിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ബോംബെ പ്രസിഡൻസിയിലും മദ്രാസ് പ്രവിശ്യയിലുമായാണ് തിലകിന്റെ ലീഗ് മുഖ്യമായും പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത്. ഇന്ത്യയുടെ ഇതര ഭാഗത്തിലും ബെസന്റും കൂട്ടരും ശ്രദ്ധ പതിപ്പിച്ചു. ആനി ബെസന്റെ ഹോം റൂൾ ലീഗ് ഏറ്റവും കരുത്താർജിച്ചത് മദ്രാസ് പ്രസിഡൻസിയിലാണ്. 1917 ഹോം റൂൾ ലീഗിന് അവിടെ 132 ശാഖകളുണ്ടായിരുന്നു. സ്വയംഭരണത്തിനു വേണ്ടി അയർലൻഡിലെ ജനത റെഡ്മണ്ടിന്റെ നേതൃത്വത്തിൽ നയിച്ച പോരാട്ടം ആനി ബെസന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ആഴത്തിൽ സ്വാധീനിച്ചു. ഹോം റൂൾ എന്ന പദം അവർ അയർലൻഡിലെ പ്രസ്ഥാനത്തിൽ നിന്നും കടമെടുത്തതായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിൽ ഇന്ത്യക്ക് ഹോം റൂൾ അഥവാ സ്വയംഭരണം നേടുക എന്നതായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി ബോധവൽക്കരണം നടത്താനും ബഹുജനാഭിപ്രായം സംഘടിപ്പിക്കുവാനും പ്രസ്ഥാനം ഊന്നൽ നൽകി. രാജ്യത്തിൽ ആണ്ടുകിടക്കുന്നവരെ ഉണർത്തുകയും മാതൃഭൂമിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജരാക്കുകയും ചെയ്യുന്ന ഉണർത്തുഭേരിയാണ് താനെന്നും അതാണ് തന്റെ ദൗത്യമെന്നും ആനി ബെസന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഹോം റൂൾ പ്രസ്ഥാനം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ രാജ്യത്തെ മുഴുവൻ ഇളക്കിമറിച്ചു. തിലകനും ബെസന്റും രാജ്യമൊട്ടാകെ സഞ്ചരിക്കുകയും ഹോം റൂളിന്റെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ പ്രക്ഷോഭത്തിനിടയിലാണ് തിലകൻ തന്റെ വിഖ്യാതമായ സ്വയംഭരണം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന മുദ്രാവാക്യം മുഴക്കിയത്. ഹോം റൂൾ പ്രസ്ഥാനത്തിന് കരുത്തു പകരുന്നതിൽ ആനി ബെസന്റിന്റെ പത്രങ്ങളായ കോമൺവീലും ന്യൂ ഇന്ത്യയും ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. ഹോം റൂൾ പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി മാറുകയും സ്വയംഭരണത്തിനു വേണ്ടിയുള്ള മുറവിളി നാടകം മുഴങ്ങുകയും ചെയ്തു. തിലകന്റെയും ആനി ബെസന്റിന്റെയും ഹോം റൂൾ ലീഗുകൾ യോജിച്ച് പ്രവർത്തിച്ചെങ്കിലും ഇരു പ്രസ്ഥാനങ്ങളും ലയിക്കുവാൻ തയ്യാറായിരുന്നില്ല. ഹോം റൂൾ ലീഗുകൾ എന്തുകൊണ്ട് ലയിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ആനി ബെസന്റ് ഇങ്ങനെയാണ് മറുപടി നൽകിയത്. അദ്ദേഹത്തിന്റെ അനുയായികളിൽ ചിലർക്ക് എന്നെയും എൻ്റെ അനുയായികളിൽ ചിലർക്ക് അദ്ദേഹത്തെയും ഇഷ്ടമായിരുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് അന്യോന്യം വഴക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഹോം റൂൾ പ്രസ്ഥാനം കരുത്താർജിച്ചതോടെ ഗവൺമെന്റ് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഡൽഹിയിലും പഞ്ചാബിലും തിലകൻ പ്രവേശിക്കരുതെന്ന് ഗവൺമെന്റ് വിലക്കി. ആനി ബെസന്റിനെ വീട്ടുതടങ്കലിലാക്കി. ഗവൺമെന്റിന്റെ നടപടികൾ വമ്പിച്ച ജനരോക്ഷം ഇളക്കിവിട്ടു. ബെസന്റിനെ വിട്ടയക്കാൻ ഗവൺമെന്റ് നിർബന്ധിതയായി. ഹോം റൂൾ പ്രസ്ഥാനത്തിനെ അടിച്ചമർത്താനുള്ള ഗവൺമെന്റിന്റെ ശ്രമം ആ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകരുകയാണുണ്ടായത്. എങ്കിലും ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഗതി മാറ്റിമറിച്ചൊരു സംഭവ വികാസം ഇക്കാലത്തുണ്ടായി. ഇന്ത്യയിൽ പടിപടിയായി ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന് 1917 ബ്രിട്ടീഷ് പാർലമെന്റ് പ്രഖ്യാപിച്ചു. ആനി ബെസന്റ് ഉടൻ തന്നെ തന്റെ ഹോം റൂൾ പ്രക്ഷോഭം നിർത്തിവെച്ചു. തിലകൻ പ്രക്ഷോഭം തുടർന്നുവെങ്കിലും 1919 അന്ത്യത്തോടെ ഹോം റൂൾ പ്രസ്ഥാനം കെട്ടടങ്ങി.